നമസ്കാരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന സർക്കാർ ജനദ്രോഹമാണ് ചെയ്യുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു ജനദ്രോഹ സർക്കാരാണെന്ന് ജനത്തിന് പറയേണ്ടി വരും. കേരളത്തിൽ 2017 മുതൽ 2021 വരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 35,336 സ്ത്രീകളിൽ 170 പേരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഭരണമികവിന്റെ പേരിൽ PR ഏജൻസികളെ കൊണ്ട് പടച്ചുവിടുന്ന നുണപ്രചാരങ്ങളുടെ പേരിൽ പിണറായി പണിക്കാരും കാട്ടുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. മിക്ക കേസുകളും ഒളിച്ചോട്ടമായും നാടുവിടലായും മറ്റും എഴുതി രക്ഷപ്പെടുകയാണ് പോലീസും സർക്കാരും എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. 2021 ശേഷമുള്ള കണക്കുകൾ പോലീസ് പുറത്തുവിടാതിരിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള കണക്കുകളിൽ ഒരു സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഭരണപരാജയമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ ചൂണ്ടിപ്പറയാനുള്ളത്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ കാണാതായതിന് കണക്കും കേസുമില്ല. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ സംഭവത്തിൽ കാണാതായവരെ കുറിച്ച് വിശദ അന്വേഷണം നടത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്ന കാര്യം പറയേണ്ടി വരുമ്പോൾ ആഭ്യന്തരം കുത്തഴിഞ്ഞു എന്നാണ് വിളിച്ചു പറയേണ്ടിയിരുന്നത്. IG-മാരുടെ മേൽനോട്ടത്തിൽ ജില്ലകളിലെ C ബ്രാഞ്ചുകൾ അന്വേഷിക്കേണ്ട ഇത്തരം കേസുകളിൽ കൃത്യമായ നടപടികൾ എടുക്കാൻ കേരള പോലീസിന് ആവുന്നില്ല. കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര വേഗതയില്ല. ഒളിച്ചോടിയെന്ന് ഭർത്താവോ ബന്ധുക്കളോ നൽകുന്ന മൊഴി വിശ്വസിക്കുന്ന സ്ഥിരം പതിവ് പോലീസ് ഒരു കീഴ്വഴക്കമായി എടുക്കുകയാണ്. അടുത്തിടെ കാണാതായ കൊച്ചി എടവനക്കാട്ടെ രമ്യ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയെന്നാണ് ഭർത്താവ് സജീവൻ ആരോപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രമ്യയെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തി വാടക വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നു. കാണാനില്ലെന്ന പരസ്യം നൽകിയ ശേഷം കേസ് അവസാനിപ്പിക്കാനായിരുന്നു പോലീസ് നടത്തിയ നീക്കം. കാസർഗോഡ്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കുറച്ചു വർഷത്തിനിടെ കാണാതായ 42 സ്ത്രീകളെ കണ്ടെത്താനായിട്ടില്ല. കൊല്ലത്ത് 24, പത്തനംതിട്ടയിൽ 12, കാസർഗോഡ് 6 പേരെയാണ് കണ്ടെത്താനുള്ളത്. കേരളത്തിൽ നിന്ന് ഏതാനും വർഷങ്ങളിൽ 6000-ലേറെ സ്ത്രീകളെ കാണാതായി. ഭൂരിഭാഗവും പ്രണയവും ഒളിച്ചോട്ടവുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2016 മുതൽ ഇതുവരെ 1550 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതിന് പോലീസ് കേസെടുത്തിരുന്നു. ഈ വർഷം ഏപ്രിൽ വരെ മാത്രം 38 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. പ്രതിവർഷം ശരാശരി 984 പെൺകുട്ടികളെ കാണാതാവുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളം. 922 പേരെ കണ്ടെത്തി. ഈ കേസുകളിൽ ഭിക്ഷാടന മാഫിയ, അവയവക്കടത്ത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷ സുഹൃത്തിനൊപ്പമുള്ള ഒളിച്ചോട്ടം, ഭർത്താവോ ബന്ധുക്കളോ കൊലപ്പെടുത്തൽ, ജോലിക്കായി വിദൂര സ്ഥലങ്ങളിലേക്ക് പറയാതെയുള്ള ഒളിച്ചോട്ടം, കുടുംബത്തെ ഉപേക്ഷിച്ചുള്ള പോക്കുകൾ, തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ പേരിലുള്ള കാണാതാവൽ, പെൺവാണിഭ മാഫിയയുടെ പിടിയിലാവുന്നത്, ഭിക്ഷാടന അവയവ റാക്കറ്റിന്റെ പിടിയിലാവുന്നത് ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ കാണാതായത് 35,336 പേരെയാണെന്ന് ഓർക്കണം. 2017 6076 പേരെയും, 2018 7839 പേരെയും, 2019 8843 പേരെയും, 2020 6395 പേരെയും, 2021 6183 പേരെയുമാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത്. 2016 166 പേരെയും, 2017 184 പേരെയും, 2018 173 പേരെയും, 2019 227 പേരെയും, 2020 151 പേരെയും, 2021 179 പേരെയും, 2022 241 പേരെയും, 2023 191 പേരെയും, 2024 ഏപ്രിൽ വരെ 38 പേരെയുമാണ് കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കാണാതായാൽ സ്റ്റേഷന്റെ പരിധിക്കപ്പുറമെന്ന് പറഞ്ഞ് ഇടപെടാതിരിക്കരുത് പോലീസിന്റെ സ്ഥിരം കുറ്റവാളിത്തരമായി മാറിയിരിക്കുകയാണെന്ന്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ ഇക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് DGPയുടെ പ്രത്യേക സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. നന്ദി.